ഹായ് ഓൾ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കേണ്ടത് ഒരു ഫ്രൈഡ് റൈസ് ആൻഡ് കോളിഫ്ലവർ മഞ്ചൂരിയൻ ആണ്. ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ കാണിക്കാം. ആദ്യം റൈസ് ഉണ്ടാക്കാം. ഒരു കപ്പ് പച്ചരിന് 2 കപ്പ് വാട്ടർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് ചൂടാറി വെക്കാം. ഇത് അരി ചൂടാറുമ്പോഴേക്കും ഇവിടെ ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കാം. ഒരു ബൗൾ 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ട് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ടിട്ട് സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഈ കൺസിസ്റ്റൻസിയിൽ വരണം അതിൻ്റെ ബാറ്റർ. പിന്നെ കോളിഫ്ലവർ പീസസ് അതിൻ്റെ അകത്തിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചീൻചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇതിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഞാൻ എല്ലാ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുള്ള ആവശ്യങ്ങൾ ഞാൻ ഇവിടെ കാണിക്കുന്നു. ഫൈൻലി ചോപ്ഡ് ഗാർലിക്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, സോയാ സോസ്, പിന്നെ വിനീഗർ, പിന്നെ ടൊമാറ്റോ സോസ് ആൻഡ് കോൺഫ്ലവർ 2 സ്പൂൺ വെള്ളത്തിൽ ഒന്ന് കലക്കി റെഡിയാക്കി വെക്കാം. പിന്നെ ഒരു ചീൻചട്ടി എടുക്കുക. അതിൽ 2 സ്പൂൺ എണ്ണ ഇട്ടിട്ട് ഗാർലിക് ഇടുക. ഗാർലിക് നന്നായിട്ട് ഒരു മണം വരുമ്പോൾ ചോപ്ഡ് ജിഞ്ചർ അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇടുക. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ സോയാ സോസ്, വിനീഗർ, ടൊമാറ്റോ സോസ് എല്ലാം ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് കൈ വിടാതെ അതൊന്ന് മിക്സ് ചെയ്യണം. സോ കോൺഫ്ലവർ ഒന്ന് തിക്കാവുമ്പോൾ ഈ കോളിഫ്ലവർ അതിൽ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അവസാനം സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷിങ്ങിന് ഇടാം. സോ കോളിഫ്ലവർ റെഡിയായി. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഞാനിവിടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കാണിക്കാം. ഗാർലിക്കും സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ, എനി വെജിറ്റബിൾ, കോളിഫ്ലവർ, ക്യാരറ്റ്, ഗ്രീൻ പീസ്. പിന്നെ കടായിൽ ചോപ്ഡ് സ്പ്രിംഗ് ഓണിയൻ, ഗാർലിക്, പിന്നെ എല്ലാ വെജിറ്റബിളും ഒന്നൊന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ ഇത് ഓൾമോസ്റ്റ് വെജിറ്റബിൾ ഹാഫ് കുക്ക്ഡായി. പിന്നെ അവസാനം പനീർ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ സോയാ സോസും വിനീഗറും ഒരു 1 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ ചൂടാറാൻ കുക്ക്ഡ് റൈസ് നമ്മളിത് ചൂടാറാൻ വേണ്ടി വെച്ചത് അത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അവസാനം ഒരു 1 ടേബിൾ സ്പൂൺ പെപ്പർ എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി ജാസ്തിയാക്കാം. പിന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അവസാനം ഗാർണിഷ് വിത്ത് സ്പ്രിംഗ് ഓണിയൻ. സോ നല്ല ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് നല്ല ചൂടായിട്ട് കഴിക്കണം. ഇച്ചിരി മെനക്കെട്ട ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതേ ഉള്ളൂ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമുക്ക് ഫുഡ് വീട്ടിലുണ്ടാക്കുന്നതേ ഉള്ളൂ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.